നമസ്കാരം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശക്തിപീഠങ്ങളിലൊന്നായ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ്. കാലങ്ങൾക്ക് മുമ്പ് കോല മഹർഷി കുടജാദ്രി മലനിരകളിൽ കഠിന തപസ്സിലായിരുന്നു. ലോകത്തിന്റെ ക്ഷേമത്തിനായി അദ്ദേഹം ആദിപരാശക്തിയെ ആരാധിച്ചു. മഹർഷിയുടെ ഭക്തിയിൽ പ്രസന്നയായ ദേവി പ്രത്യക്ഷപ്പെടാനൊരുങ്ങിയപ്പോൾ മൂകാസുരൻ എന്ന അസുരൻ തന്റെ ശക്തി കൊണ്ട് സന്യാസിമാരെയും ഭക്തരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട ആദിപരാശക്തി ഭയങ്കര രൂപം ധരിച്ച് മൂകാസുരനോട് യുദ്ധം ചെയ്തു. ദീർഘനേരം നീണ്ട യുദ്ധത്തിനൊടുവിൽ ദേവി അസുരനെ വധിച്ചു. മരിക്കുന്നതിനു മുൻപ് മൂകാസുരൻ ഒരു അപേക്ഷ നടത്തി. അമ്മേ, എന്റെ പേര് എന്നും അങ്ങയുടെ പേരിനോടൊപ്പം നിലനിൽക്കണം. കരുണാമയിയായ ദേവി ആ അപേക്ഷ അംഗീകരിച്ചു. അങ്ങനെ ദേവി മൂകാംബിക എന്ന പേരിൽ ലോകമെമ്പാടും ആരാധിക്കപ്പെടാൻ തുടങ്ങി. മൂക എന്നത് മൂകാസുരനെയും അംബിക ദേവിയെയും സൂചിപ്പിക്കുന്നു. പിന്നീട് ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് ആദിശങ്കരാചാര്യർ ഈ സ്ഥലത്തെത്തി ദേവിയെ ദർശിച്ചു. ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചുവെന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു: പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. യാത്രക്കിടെ ദേവിയുടെ ചിലമ്പൊലി കേൾക്കാതായപ്പോൾ ശങ്കരാചാര്യർ സംശയത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതോടെ ദേവി അവിടെ തന്നെ പ്രതിഷ്ഠയായി. ഈ ക്ഷേത്രത്തിലെ ദേവി സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ 3 ദേവീശക്തികളുടെ സങ്കല്പമായാണ് ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യയ്ക്കും ഐശ്വര്യത്തിനും ശക്തിക്കും വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാരംഭം നടത്താൻ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നായാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഇതാണ് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുണയുടെയും പ്രതീകമായ മൂകാംബിക ക്ഷേത്രത്തിന്റെ മനോഹരമായ ഐതിഹ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ഭക്തിപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.